വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡേ 8 ആയിരിക്കുകയാണ്. ഞാൻ കേദാർനാഥിൽ നിന്ന് വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് ഋഷികേശിലേക്കുള്ള ബസ് കയറിയത്. അപ്പം ഞാൻ കേദാർനാഥ് മാത്രമാണ് എല്ലാ അർത്ഥത്തിലും പ്ലാൻ ചെയ്ത് വന്നത്. ഇപ്പം ബസ് ടിക്കറ്റ്സ് ആണേലും റൂം ആണേലും എല്ലാം ബാക്കിയുള്ളത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഋഷികേശിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ മുൻപേ തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ശിവപുരി എന്നാണ് ഈ പ്ലേസിന്റെ പേര്. അപ്പൊ ഹിമാലയ അതുപോലെ തന്നെ സ്പ്ലാഷിന്റെ ബെഞ്ചി ജമ്പിങ് ഇവിടാണ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഒരു വിഷ് ലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇറങ്ങി അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ക്യാമ്പിങ്ങും പിന്നെ റിവർ റാഫ്റ്റിങ്ങും ഇവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നോട്ട് ചെല്ലുമ്പോഴൊക്കെ നമുക്ക് റാഫ്റ്റിങ്ങിനുള്ള ഏരിയാസ് നമുക്ക് കിട്ടും. ഇവിടെ തന്നെ മാത്രമല്ല ഉള്ളത്. നമുക്ക് ഈ ശിവപുരി തൊട്ട് അതുപോലെ തന്നെ ഋഷികേശ് ടൗൺ വരെ കുറേ ട്രാവൽ ഏജൻസി ഓഫീസുകൾ ഉണ്ടാവും. എനിക്ക് ഇത് ഭഗത്ത് എന്ന് പറഞ്ഞ ട്രാവൽ ഏജന്റിനെ പരിചയപ്പെടുത്താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഋഷികേശിലുണ്ട്. അപ്പോൾ ആൾ മുഖേനയാണ് ഞാൻ ഇയാളെ പരിചയപ്പെട്ടത്. അപ്പോൾ റാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ക്യാമ്പിങ്ങും എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. 2500 രൂപയാണ്. അത് അവിടെ കോമൺ പ്രൈസ് തന്നെയാണ്. പിന്നെ ഞാൻ ആക്ച്വലി അയാളുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് റിവർ സൈഡ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന പോലത്തെ ക്യാമ്പിങ് വേണമെന്നായിരുന്നു. പക്ഷേ നേരിട്ട് വന്നപ്പോഴാണ് പറഞ്ഞത് അങ്ങനത്തെ ക്യാമ്പിങ് അല്ല, റിവറിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കും. അപ്പോൾ അവിടെ അരുവികളൊക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ചോദിച്ചു പറഞ്ഞു അതത്ര സേഫ് അല്ല, സിംഗിൾ ടെന്റ് ഒക്കെ ആയിരിക്കും, കോമൺ ബാത്റൂംസ് ഒക്കെ ആയിരിക്കും, സോളോ ആയിട്ട് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും മാഡത്തിന് ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന പ്ലേസ് ഇഷ്ടപ്പെടും ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ച് ഞാൻ പോവുകയാണ്. അപ്പം ആളോട് കുറേ എന്തൊക്കെയോ ഹിന്ദിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ലാത്ത കാരണം അത് നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പൊട്ടത്തരമായിരിക്കും. പിന്നെ ഈ സൈഡിലൊക്കെ കുറേ ഏറെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഋഷികേശ് വരെയുള്ളൂ റെയിൽവേ സർവീസ്. അപ്പം മുന്നോട്ടൊരു കർണപ്രയാഗ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് റെയിൽവേ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ടണലിൻ്റെ ഒക്കെ പണിയാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവർ തന്നെ നമ്മളെ നാളെ റാഫ്റ്റിംഗ് നടക്കുന്നിടത്തും അതുപോലെ തന്നെ ബഞ്ചി ജമ്പിങ്ങിൻ്റെ പ്ലേസിലും ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ കുറേ പേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാമ്പിങ്ങിനും ഇതിനു വേണ്ടിയൊക്കെ. അപ്പം കിലോമീറ്റേഴ്സിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റാഫ്റ്റിങ്ങിൻ്റെ റേറ്റ് പറയുന്നത്. ഇപ്പോൾ വെള്ളം കൂടുതലായ കാരണം അവർ അധികം കിലോമീറ്റേഴ്സ് ഒന്നും കൊണ്ടുപോവില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ 3000ൻ്റെ ക്യാമ്പ് വിളിച്ചു വെച്ചപ്പോൾ അതിനകത്ത് ക്യാമ്പ് ഫയർ വരും, അതുപോലെ തന്നെ അടുത്ത് എന്തോ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡിന്നർ അതുപോലെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉൾപ്പെടുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷപ്പൊക്കെ ആയി. ഇനി നിങ്ങളെ ഇവിടുത്തെ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കോമൺ ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. ഇതായിരുന്നു എനിക്ക് കിട്ടിയ റൂം. ആക്ച്വലി അതിനകത്തൊരു 3 ബെഡഡ് റൂമാണ് വരുന്നത്. അത് വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്ക് 1500 രൂപയ്ക്ക് അവർ തന്നതാണ്. കോമൺ ഇതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഗ്രൂപ്പായിട്ട് വരുന്നവരായിരിക്കും ശരിക്കും ക്യാമ്പിങ് അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്. അല്ലെ സോളോ ആയിട്ട് വരുന്നവർക്ക് അവരുടേതായ ഒരു സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യാൻ ഉണ്ടാകും. ഞാൻ കൂടാതെ ഇവിടെ ഒരു 2-3 ഗ്യാങ്സും വന്നിട്ടുണ്ട് കേട്ടോ. അവരുടേതായ രീതിയിൽ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പാട്ടും അതും ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എൻ്റെ വൈകിട്ടത്തെ സ്നാക്സ് എത്തിയിരിക്കുകയാണ്. പക്കാട എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ എനിക്കറിയില്ല. പിന്നെ ഇവരെൻ്റെ അടുത്തൊരു ഏറ്റവും എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചോദിച്ചു, വെജ് വേണോ നോൺ വെജ് വേണോ എന്ന്. ഞാൻ എടുത്ത വയറ്റിൽ പറയും നോൺ വെജ് വേണമെന്ന്. കാരണം ഒരാഴ്ച മേലായി ഞാൻ നോൺ വെജ് കഴിച്ചിട്ട്. നമുക്ക് പോയ ഹരിദ്വാറിലോ എങ്ങും ഒരു മുട്ട പോലും നമുക്ക് വാങ്ങാൻ കിട്ടില്ല അവിടെ.
ഇതാണിത്, എനിക്ക് ചിക്കൻ കറി കിട്ടി. ഒരു രക്ഷയില്ലായിരുന്നു. എത്ര ദിവസമായെന്നറിയാമോ ചിക്കനകത്ത് ഭയങ്കര ഉപ്പായിരുന്നെങ്കിൽ പോലും നമുക്കൊരു ചിക്കൻ പീസ് എങ്കിലും കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇതെന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതിനകത്താണ് അതിലും ഉപ്പ്, പക്ഷെ എന്താണേലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഉപ്പ് ഭയങ്കര കൂടുതലായെന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞാൻ റാഫ്റ്റിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൂടാതെ ഒരു ഡൽഹിയിൽ നിന്ന് വന്ന ഒരു 8-9 പേരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലാണ് എന്നെ റാഫ്റ്റിങ്ങിന് വിട്ടേക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റാഫ്റ്റിങ്ങിന് ഏരിയ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്ററോളം നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യിക്കും. ഇതിപ്പം ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ നീല കളറിലെ വെള്ളമൊക്കെ ആയിരുന്നു. അത് നമുക്ക് ഏകദേശം നവംബർ ഡിസംബർ മാസത്തിൽ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിപ്പം ഭയങ്കര വെള്ളമായിരുന്നു, ഭയങ്കര ഒഴുക്കും ഭയങ്കര വെള്ളമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റാഫ്റ്റിംഗ് ബോട്ട് താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് തന്നു. എങ്ങനെയാണ് അത് എല്ലാവർക്കും കൊടുക്കും. എങ്ങനെയാണ് പാഡിൽ പിടിക്കേണ്ടത്, ഫ്രണ്ടിൽ ഇരിക്കേണ്ടവർ എങ്ങനെ ഇരിക്കണം, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ എങ്ങനെ ഇരിക്കണം, കാലെങ്ങനെ ലോക്ക് ചെയ്യണം, ഫോർവേഡ് എങ്ങനെ തുഴയണം, ബാക്ക്വേഡ് എങ്ങനെ തുഴയണം, പിന്നെ വേവ്സ് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു പേടി വരും. പക്ഷേ റാഫ്റ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ അതെല്ലാം ക്യാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ വേവ് ചെല്ലുമ്പോൾ തലകുത്തി വീഴുന്നതൊക്കെ അതൊക്കെ ഒരേ പൊളിയാണ്. അടുത്ത വീഡിയോസിൽ എൻ്റെ റാഫ്റ്റിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനാബിൾ ചെയ്യുക. സോ ബൈ.